ഇന്ന് നമ്മൾ കാണുന്ന കാബ ഏത് കളറാണ്? ബ്ലാക്ക് കളറ്, ഗോൾഡൻ രീതിയിൽ. എന്നാൽ കാബ ഈ ഒരു രീതിയിലല്ല ശരിക്കും ഉണ്ടായത്. ഓരോ കാലഘട്ടത്തിൽ കാബ എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. മനസ്സിലായല്ലേ? ആദ്യം ഒരു കാബ ഉണ്ടാക്കുന്ന ആരാ അറിയോ? ആദ്യമായി കാബ നിർമ്മിക്കുന്നത് മലക്കുകളാണ്. പിന്നീട് ആദം നബി അലൈഹി ഇസ്ലാമെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറക്കിയപ്പോൾ ആ ഒരു കാബയെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. പിന്നീടുള്ള വർഷങ്ങളിൽ കാബ പുതുക്കി പണിയുന്നുണ്ടെങ്കിലും ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് മുമ്പ് എങ്ങനെയായിരുന്നു കാബ എന്ന് നമുക്കറിയില്ല. പിന്നീട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ചേർന്നാണ് കാബ നിർമ്മിക്കുന്നത്. അദ്ദേഹം നിർമ്മിച്ച കാബ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലായിരുന്നു. അതിന് 2 കവാടങ്ങളുണ്ട്. ഫ്രണ്ടിലും ബാക്കിലായിട്ട് 2 കവാടങ്ങളുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗത്താണ് ഹിജർ ഇസ്മായിൽ എന്ന് പറയുന്ന ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ റൂം ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്ക് കാബയുടെ പുനർനിർമ്മാണം കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 35 വയസ്സുണ്ടാകുന്ന സമയത്ത് ഖുറൈശികൾ ചെയ്ത ഒരു നിർമ്മാണമാണ്. അന്ന് ഖുറൈശികൾ തങ്ങളുടെ ഹലാലായ സമ്പത്ത് കൊണ്ട് മാത്രമേ കാബ ഉണ്ടാക്കൂ എന്ന് നിയത്ത് വെച്ചപ്പോൾ അവർക്ക് അതിനുള്ള സമ്പത്ത് തികയാതെ വരുന്ന സമയത്ത് അവരൊരു ക്യൂബ് മാത്രം, ഒരു ബോക്സ്, ഒരു സ്ക്വയർ ഷേപ്പിൽ അവരെന്ത് ചെയ്യാണ്? കാബ ഉണ്ടാക്കുകയാണ്. ബാക്കി സ്ഥലം ചെറിയൊരു മതിൽക്കെട്ട് പോലെ ഉണ്ടാക്കി അത് പൂർത്തിയാക്കാതെ വെക്കുക. മാത്രമല്ല അവർ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഉണ്ടാക്കിയ 2 ഡോറ് എന്നുള്ളത് ഒറ്റ സിംഗിൾ ഡോർ ആക്കുകയും അതിന് ഹൈറ്റ് കൊടുത്ത് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും കാബയിൽ കയറണ്ട, കുറച്ച് ആളുകൾ മാത്രം കയറിയാൽ മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിജയിക്കുന്ന സമയത്തൊക്കെ നബിക്ക് വല്ലാത്ത ഒരു ആഗ്രഹമുണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാം നിർമ്മിച്ചതുപോലെ തന്നെ കാബ ഉണ്ടാക്കണമെന്ന്. പക്ഷെ നബി അതിന് മുതിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഖുറൈശികൾ നിർമ്മിച്ച അതേ കാബയാണോ ഇന്ന് നമ്മൾ കാണുന്നത്?